ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുതിർന്ന CPM നേതാവുമായ A. പത്മകുമാറിന്റെ അറസ്റ്റ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ പ്രാധാന്യത്തിന് സമാനതകളില്ലാത്ത വ്യാപ്തി നൽകിയിരിക്കുകയാണ്. പത്മകുമാർ ഉൾപ്പെടെ ദേവസ്വം ബോർഡിന്റെ 2 മുൻ പ്രസിഡന്റുമാർ അറസ്റ്റിലായതോടെ സംശയത്തിന്റെ വിരൽ ചൂണ്ടുന്നത് CPM മന്ത്രിമാരിലേക്കാണെന്ന പക്ഷമാണ് മുതിർന്ന നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. പത്മകുമാറിന്റെ അറസ്റ്റ് കൃത്യമായി നയിക്കുന്നത് CPM മന്ത്രിമാരുടെ കുറ്റകൃത്യങ്ങളിലേക്കാണെന്നതിൽ സംശയമില്ലെന്നാണ് രമേശ് ചെന്നിത്തല വിശ്വസിക്കുന്നത്. പ്രതിപക്ഷം കാലങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ നടന്ന അറസ്റ്റുകളോടെ ശരിവയ്ക്കപ്പെടുകയാണ്. മുൻ ദേവസ്വം പ്രസിഡന്റുമാരുടെ പങ്ക് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും പല രഹസ്യങ്ങളുടെയും ചുരുളഴിയാൻ പോകുന്നത് ചില മന്ത്രിമാരുടെയും മുതിർന്ന CPM നേതാക്കളുടെയും പങ്ക് അന്വേഷിക്കുമ്പോഴാണെന്നും ചെന്നിത്തല വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണം അവരിലേക്ക് വ്യാപിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടുകൂടി വരുന്ന ഈ സമയത്ത് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിന് കിട്ടിയ നല്ലൊരു വടിയാണ് ശബരിമല സ്വർണ്ണക്കേസ്. അത് പരമാവധി ഉപയോഗിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഉദ്ദേശവും. അത്തരത്തിൽ തന്ത്രം മെനയുന്ന നേരത്താണ് പത്മകുമാറിന്റെ അറസ്റ്റ് പോലുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നത്. മുൻ ദേവസ്വം മന്ത്രിമാർക്ക് ഈ കൊള്ളയിൽ നേരിട്ട് പങ്കുണ്ടെന്നും ശരിയായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയാൽ അവർ അഴിയെണ്ണേണ്ടി വരുമെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. കോൺഗ്രസ് പാർട്ടി ഇതിനു മുമ്പ് ഇത് പറഞ്ഞിരുന്നുവെങ്കിലും സർക്കാർ ചെവിക്കൊണ്ടില്ല. ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ തങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റെ പോലുള്ളവരെ അതിരുവിട്ട് സഹായിച്ച ദേവസ്വം മന്ത്രിമാർ തന്നെയാണ് ഈ കുറ്റകൃത്യങ്ങളിലെ സൂത്രധാരന്മാർ. ശബരിമലയിലെ സ്വർണം കണ്ട സംഭവം തന്നെ കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ്. ഇടതുപക്ഷത്തിന് സ്വർണത്തോടുള്ള പ്രിയം സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്ന് ഇപ്പോൾ ക്ഷേത്ര സ്വർണം കൊള്ളയടിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. രമേശ് ചെന്നിത്തല കളിയാക്കി. ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരെ പൂർണ്ണമായും അവഗണിക്കുന്ന LDF സർക്കാരിന്റെ കണ്ണെപ്പോഴും സ്വർണം കട്ടെടുക്കുന്നതിലാണ്. ശബരിമലയിലെ സമ്പത്ത് അടിച്ചുമാറ്റുന്നതിൽ വിരുദ് കാണിക്കുകയാണ് സർക്കാർ. അതേസമയം അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ തീർത്ഥാടകർ വലയുകയാണ്. സർക്കാർ ഇതൊന്നും അന്വേഷിക്കുന്നുമില്ല, സൗകര്യങ്ങൾ ഉറപ്പാക്കാനൊന്നും ചെയ്യുന്നുമില്ല. യഥാർത്ഥ കുറ്റവാളികളായ മന്ത്രിമാരെയും CPMലെ നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ പ്രതിപക്ഷം പോരാട്ടം തുടരുമെന്ന താക്കീതോടെയാണ് രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ സംസാരിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വർണ്ണക്കൊള്ള കേസ് എത്രത്തോളം പ്രതിപക്ഷത്തിന് ഗുണകരമാകുമെന്ന് വരും ദിനങ്ങൾ പറയും. സർക്കാരിനെയും മന്ത്രിമാരെയും പ്രതികൂട്ടിൽ നിർത്തി പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നത്. ഈ കേസ് സർക്കാരിനെ പ്രതിരോധത്തിൽ ആക്കിയിരിക്കുന്നു എന്നതിൽ സംശയമില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയും VD സതീശനും മറ്റു സഹപ്രവർത്തകരും ആ സാഹചര്യം എത്രത്തോളം മുതലെടുക്കുന്നുവെന്ന് കണ്ടു തന്നെ അറിയണം. ഈ കേസ് സർക്കാരിനെ പ്രതിരോധത്തിൽ ആക്കിയിരിക്കുന്നു എന്നതിൽ സംശയമില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയും VD സതീശനും മറ്റു സഹപ്രവർത്തകരും ഈ സാഹചര്യം എത്രത്തോളം മുതലെടുക്കുന്നുവെന്നും കണ്ടു തന്നെ അറിയണം. കാരണം ശബരിമലയിലെ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് വെറും പ്രസ്താവനകൾ കൊണ്ട് മാത്രം അവർക്കത് നേടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പൊതുജന മധ്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഈ വിഷയം എത്രത്തോളം ശക്തമായി അവതരിപ്പിക്കുന്നുവെന്നും അത് സംബന്ധിച്ച് എന്തൊക്കെ പ്രവൃത്തികളിലൂടെ അത് സാധ്യമാക്കുന്നു എന്നും പാർട്ടി മേലാളന്മാർ ചിന്തിക്കേണ്ടതുണ്ട്.